എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന്. ഡാഡിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുക, ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ എന്നെ പൊക്കോളാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ 7 അയൽവക്കത്തൂടി പോയിട്ടില്ല. അപ്പച്ചൻ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ മക്കളെ ഒറ്റണതിനെ ഞങ്ങൾ കന്യാസ്ത്രീയാക്കില്ല. നമ്മുടെ ഇത്രയും വലിയ അമ്മയെ പോലത്തെ ഒരു താര സംഘടനയെ നയിക്കുമ്പോൾ അവരതിലെത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ചിന്തിക്കണം. പുറത്തേക്ക് പോയിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുക, ഇത് ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. ഈ ബ്രേക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ കല്യാണം കഴിച്ചത് അതിൻ്റെ ഇടയിൽ ഞാനൊരു 3 ദിവസം മുന്നേ സീരിയലിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, കല്യാണം കഴിക്കണു. 2ാമത്തെ ദിവസം ഞാൻ പിന്നെയും ജോയിൻ ചെയ്യണു. അത് കഴിഞ്ഞ് ഞാൻ കൺസീവായി. അപ്പോഴും 9 മാസം വരെ അഭിനയിച്ചു, മോനെ വെച്ചിട്ട്, ഉള്ളിൽ വെച്ചിട്ട്. 9ാം മാസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം പ്രസവിക്കണം എനിക്ക്, എൻ്റെ ഡെലിവറിയാണ്. പക്ഷേ ആ 9ാമത്തെ മാസം ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വയറുകൊണ്ട് വയ്യാണ്ടായി. ഞാനാണെങ്കിൽ ചവിട്ടണ ഇടിക്കണ ക്യാരക്ടറാണ് അതിനകത്ത്, പട്ടച്ചി പാത്തു. കാരണം നെഗറ്റീവ് റോള്, മുറുക്കണം, ഒരു പരുവൊക്കെ വെച്ചിട്ട് ആണുങ്ങളെയൊക്കെ കയറി ഇടിക്കും ഞാൻ, കാലുകൊണ്ടൊക്കെ ചവിട്ടും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പടച്ചി പാത്തു കായംകുളം കൊച്ചുണ്ണിയിൽ. അത് ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ഉമ്മച്ചി ഡ്രസ്സ് ഉണ്ടല്ലോ, മറ്റേ കാച്ചി കുപ്പായം, ആ കുപ്പായമൊക്കെ ടൈറ്റായിട്ട് വയറ് വെച്ചിട്ടേ നല്ല വയറായി. പിന്നെ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് നടക്കുമ്പോഴൊക്കെ പ്രശ്നമായപ്പോൾ പിന്നെ ഡയറക്ടർ പറഞ്ഞു വേറെ ആരെയും ഞാൻ ഈ ക്യാരക്ടർ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞു. PC വേണുഗോപാൽ ഞങ്ങളുടെ സ്ത്രീയുടെയൊക്കെ ഡയറക്ടറാണ്. സാർ പറഞ്ഞു ഈ ക്യാരക്ടറിനെ കൊല്ലാനേ പറ്റുള്ളൂ, എനിക്കിനി ഈ ക്യാരക്ടർ പിന്നെ എനിക്ക് വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആരുടെ അടുത്തും കോൺഫിഡൻസ് ഇല്ല, പടച്ചി പാത്തു സേഫ് ആയിരിക്കില്ല, ഈ കഥാപാത്രത്തിനെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കായംകുളം കൊച്ചുണ്ണി എന്നെ കൊല്ലുന്നതായിട്ടാണ്. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല വയറുകൊണ്ട്. പിന്നെയും ഞാൻ വേറൊരു മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയൽ 9 മാസവും ചെയ്തു, പവിത്രബന്ധം ചെയ്തു. മിന്നുകെട്ട് പ്രസവിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് പിന്നെ എൻട്രി ചെയ്തു, ഗർഭിണിയായിട്ട് അതിൻ്റെ അങ്ങനെയായിട്ട് അഭിനയിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതുപോലും എനിക്ക് ഗ്യാപ്പ് ഉണ്ടായില്ല, മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പൊതുവേ സ്ത്രീകൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഭയങ്കര ഒരു സപ്പോർട്ട് വേണ്ട സമയമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇന്റർകാസ്റ്റ് മാരേജും കൂടിയായിരുന്നു. ഇന്റർകാസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ക്രിസ്ത്യൻ, മനു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന്, നായർ തറവാട്ടിലെ കുട്ടിയാണ് മനു. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന്, ഭയങ്കര ടാസ്ക് എന്ന് വെച്ചാൽ. പക്ഷെ ഡാഡി സമ്മതിക്കേണ്ട. മനു അങ്ങനെ പറഞ്ഞു. മനു പറഞ്ഞു, ആദ്യം പറഞ്ഞപ്പോൾ മനു പറഞ്ഞു ഇന്റർകാസ്റ്റ് ആണ്, അത് പ്രശ്നമാവും. മനു പറഞ്ഞു കാസ്റ്റ് ഒന്നും മാറ്റില്ല എന്ന് പറഞ്ഞു. അവളായിട്ട് തന്നെ ഇരിക്കും, ഞാനായിട്ട് തന്നെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഇല്ല. ഡാഡിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുക, ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ എന്നെ പൊക്കോളാന്ന് പറഞ്ഞു. ഡാഡിക്ക് അതൊരു പ്രശ്നമായി. ഒരുപാട് എതിർപ്പുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അതിനെല്ലാം തരണം. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ ഹിന്ദു മതം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ 7 അയൽവക്കത്തൂടി പോയിട്ടില്ല. ഒരു തരത്തിലും മതം എന്ന് പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഒരു ഇത് ചെയ്യുന്ന ആൾ. പള്ളി പോകണമെന്നും ഇഷ്ടമില്ലായിരുന്നു, ഉള്ള കാര്യം പറയാം. ഞാനൊക്കെ ആണെങ്കിൽ പള്ളിയിലത്തെ ആളായിരുന്നു, കൊയർ, KCS, CL എല്ലാത്തിൻ്റെ ആളാണ് ഞാൻ. ആ സിസ്റ്റർ വന്നിട്ട് പറയും, ആൻ്റണി ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ അധികം പെൺകുട്ടികളുണ്ടെങ്കിൽ കുറേ എണ്ണത്തിന് അപ്പം തന്നെ കന്യാസ്ത്രീയാക്കും. ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിക്കണ്ടല്ലോ, മനസ്സിലായില്ല? അപ്പോൾ പിന്നെ ഈ വലിയ നമ്മളൊരു സാധാരണ ക്രിസ്ത്യൻ കുടുംബമാണ്, അപ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ പെണ്ണുങ്ങളെ ഡെവറിയൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ എന്നെ അവർ ചോദിച്ചു, ബീനന്നെ ഞങ്ങൾ ആക്കിക്കോളാം. അപ്പോൾ ഞാനും ഓക്കെ, ഞാൻ സിസ്റ്റർമാരുടെ കൂടെ പോകാൻ. അപ്പച്ചൻ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു, എൻ്റെ മക്കളെ ഒറ്റണതിനെ ഞങ്ങൾ കന്യാസ്ത്രീയാക്കില്ല. അങ്ങനെ അത് വെച്ചാൽ പുള്ളിക്ക് ആ കാസ്റ്റ് എന്നും പറഞ്ഞുള്ള ഒരു ഇതില്ലേ, അത് ഇഷ്ടമല്ല ഒന്നാമത്തെ. അല്ലാണ്ട് വേറെ ഒരു പള്ളിയിലും പോകില്ല പുള്ളി. പള്ളിയിൽ ഞാൻ പോയിട്ട് ഞാനിന്ന് കണ്ടിട്ടില്ല. ചേച്ചിയുടെ കല്യാണത്തിനാണ് ആകെ പള്ളി കയറി ഞാൻ കണ്ടേക്കണത്. ഭയങ്കര കിടിലനായിരുന്നു എൻ്റെ അപ്പച്ചന്, കിടിലൻ ആൻ്റണി എന്നായിരുന്നു പേര് തന്നെ. ഇടി പിടി അങ്ങനെയൊക്കെ ഭയങ്കര. എല്ലാവർക്കും എന്നെ ആരും ലൈനടിക്കുക പോലും ഇല്ല മഞ്ഞമ്മേൽ അപ്പച്ചനെ പേടിച്ചിട്ട്. ആ ഒരാൾ പോലും ഞങ്ങളെയൊന്നും നോക്കില്ലായിരുന്നു, വെച്ചാൽ അത്ര കിടിലൻ ആൻ്റണി ആയിരുന്നു. അപ്പോൾ കല്യാണത്തിന് എനിക്ക് ഇൻ്റർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പച്ചനോട് ഞാൻ ജസ്റ്റ് അപ്പച്ചൻ നടത്തി തരും, അതാണ് എൻ്റെ ഫാദർ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ സംസാരം. പക്ഷേ എനിക്ക് പേടി. മനോജിൻ്റെ വീട്ടിൽ പെർമിഷൻ കിട്ടട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തു. പെർമിഷൻ കിട്ടിയപ്പോൾ അപ്പച്ചൻ ഡാഡിയെ വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തു, കല്യാണം നടത്തി. അമ്മ താരസംഘടനയിലെ വഴക്ക് 1 വർഷം തികയുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റീന്റെ സമയത്താണ് ഒരു ഭരണസമിതി രാജിവെച്ച് പോയത്. അത് കഴിഞ്ഞ് പുതിയൊരു ഭരണസമിതി വരുന്നു, ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള സമിതി വരുന്നു. അതും 1 വർഷം തികയുന്നതിന് മുമ്പേ
പോയി. ഇന്നലെ എല്ലാ 17 അംഗങ്ങളും പോയി. എന്താണ് ശരിക്കും ഈ അമ്മയിൽ സംഭവിക്കുന്നത്? അമ്മയുടെ ഒരു മുഖച്ഛായ തന്നെ ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തുന്നത് ഭയങ്കര മോശം, ഭയങ്കര സങ്കടമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മീറ്റിങ്ങിന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും പോകുമ്പോഴും ഭയങ്കര സന്തോഷത്തിൽ. കാരണം ഒരു വർഷം കൂടുമ്പോൾ നമ്മൾ മമ്മൂക്ക ഒരു പ്രാവശ്യം കയറി എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഈ ദിവസം കാത്തു വച്ചിരിക്കണം എന്ന് പറയാമോ, എല്ലാവരും ഇങ്ങനെ കാണാനാണെന്ന്. അതിൻ്റെ 100 ഇരട്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മമ്മൂക്ക അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ 100 ഇരട്ടിയാണ് എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുക, സംസാരിക്കുക. നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ വരും, വയ്യാത്ത എത്രയോ അമ്മമാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ആ ഒരു ദിവസം ഓടിയെത്തും അവിടെ. എന്തിനാണെന്നറിയോ, എല്ലാവരും ഒന്ന് കാണാൻ. ആ പഴയ നമ്മുടെ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അഭിനയിച്ചിരുന്ന കാലം, അന്ന് കണ്ടവരെയൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാൻ. പക്ഷേ ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാഴ്ച മുന്നേയൊക്കെ മനസ്സിൽ ഭയങ്കര പടപടപ്പായിരുന്നു. എന്താണാവുക, ഇനി അവിടെ ചെന്ന് എന്ത് സംഭവിക്കും. ശരിക്കും ഭയങ്കര ആ ഒരു ടെൻഷനിലൂടെ പോയ പോലെ തന്നെയൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എല്ലാം നിർഭാഗ്യകരമായി പോയി. ഈ ഒരു ഇവർ വന്നപ്പോൾ, ഈ നേതൃത്വം വന്നപ്പോൾ, ഈ സ്ത്രീകളുടെ ഭയങ്കരമായിട്ട് നമ്മൾ അഭിമാനവും സന്തോഷവും സപ്പോർട്ട് ചെയ്ത് ഇവർ കാണിക്കട്ടെ. നമ്മൾ കാണിക്കണം ഈ ഒരു നേതൃത്വ നിരയിൽ ഈ സ്ത്രീകൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇവർ അട്ടർ ഫ്ലോപ്പ് എന്ന് പറയില്ല കേട്ടോ. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം കാര്യങ്ങൾ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തു, നമുക്കതൊക്കെ അറിയാം. വിറ്റ്നസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ ശ്വേതയോ കുക്കുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും മോശക്കാരുമല്ല. പക്ഷേ അവരുടെ തുടക്കത്തിലെ തന്നെ കുറേ പാളിച്ചകളോടെ സംഭവിച്ചു പോയി ഇവർക്കിടയിൽ തന്നെ. ശ്വേതയ്ക്കും കുക്കുവിനും തമ്മിലുള്ള ഇടയിലുള്ള ഈഗോ ക്ലാഷസ് വന്നു കുറേ. പിന്നെ കുറേ ചേരിയായിപ്പോയി അവിടെ. പല ഇവർ ഈ 17 പേര് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചിന്തിച്ചത്? ഒരു അമ്മയെ നേതൃത്വ നിരയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അംഗങ്ങൾ ആരൊക്കെയാണ്? മധുസാറ് തുടങ്ങിയുള്ള അവർ അതുപോലെയുള്ള നമ്മുടെ ലെജൻസ് എത്രയോ ആൾക്കാർ, മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ പോലെയുള്ള ഇത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർസും നമ്മുടെ ഇത്രയും വലിയ അമ്മയെ പോലത്തെ ഒരു താര സംഘടനയെ നയിക്കുമ്പോൾ അവരതിലെത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? ഒരു ഇഷ്യൂ വരുമ്പോൾ അവർ ചിന്തിക്കണം. പുറത്തേക്ക് പോയിട്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുക, ഇത് ഒരു അമ്മയുടെ തലപ്പത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ പലരും ചെയ്തു. അതാണ് അവർക്ക് തെറ്റിപ്പോയത്. അല്ലാണ്ട് ഇവിടെ അവർ മോശക്കാരല്ല, പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് ഒന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സങ്കടം ശ്വേത രാജിവെച്ചതിൽ. ശ്വേത ഒരിക്കലും രാജിവെക്കരുതായിരുന്നു. കാരണം ശ്വേത അതിന് മുന്നിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനും വീണ്ടും വല്ല ക്രിമിനൽ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടുമില്ല ഇവരാരും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള പിന്നെ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ, അവൾ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ അവരൊരു ഇത് കൊടുത്തില്ല. അതൊരു തെറ്റായിപ്പോയി. ശ്വേത ഇനി ബാക്കി ഇനി ആരെങ്കിലും ശ്വേതയെ പറഞ്ഞു തിരിച്ചതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു നമുക്ക് പുറത്ത് നിന്നിട്ടല്ലേ അറിയുള്ളൂ. ശ്വേതാ മേനോൻ പറയുന്നത് കേട്ടിരുന്നു, അവർക്ക് പറയാനുള്ളൊരു ഇത് കൊടുക്കുന്നില്ല, അവരെ കോർണർ ചെയ്യാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്വേത, പക്ഷെ നമ്മൾക്കിപ്പോൾ പുറത്തുനിന്ന് ഇന്നലെ സംസാരിക്കുമ്പോൾ ശ്വേത സംസാരിച്ചു. ശ്വേത കുറേ നേരം സംസാരിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ്, ഞാൻ ഇവിടെ നിന്ന് 100% ഇതായിട്ട് പറയാം, എനിക്ക് പിന്നെ തോന്നി ശ്വേതയ്ക്കൊക്കെ ഇനിയും ഒരു ചാൻസ് കൊടുക്കണം. അവർ പറഞ്ഞു ഒരു 45 days അപ്പോൾ അവർ കണക്കുകൾ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അവർക്കൊന്നും കൂടി അവർ ഈ 3 വർഷം തികയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, സത്യം പറയാം. പക്ഷെ പിന്നെ അവിടെ ഉണ്ടായ കുറേ നാടകീയ രംഗങ്ങൾ, എന്താ പറയുക, അൻസിബ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അവിടെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. പിന്നെ അവർക്ക് മാറിയ തരയുണ്ടായുള്ളൂ. ജനറൽ ബോഡിയിൽ ഒരു 75% ആൾക്കാർ എതിർപ്പ് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സങ്കടമുണ്ട്, ശരിക്കും സങ്കടമുണ്ട്. ആ ഒരു ടീമിന് മുഴുവൻ ഒരു 3 വർഷം പോകാൻ പറ്റാത്തതിൽ ഞാൻ ശരിക്കും എനിക്ക് നല്ല വിഷമമാണ് ഉള്ളത്. പക്ഷെ അവർക്ക് തെറ്റുകൾ ഇപ്പോൾ ആർക്കും പറ്റാട്ടോ. ഞാൻ പറയണത് ഇപ്പം എല്ലാവരും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പം എല്ലാവർക്കും തെറ്റുകൾ പറ്റിയാണ്, തെറ്റുകളിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എൻ്റെ ഒറ്റ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഇത്രയും മോശമായിട്ടുള്ള രീതി ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം എടുത്ത് വെളിയിലേക്കിട്ട് നശിപ്പിക്കേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേറെ ഇവർ ഉണ്ടായ കംപ്ലീറ്റ് കാര്യങ്ങളും അവരവിടെ എന്ത് സംസാരിച്ചോ അപ്പം തന്നെ ഒരു ചാനലിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര മോശമാണത്. അത് കൺട്രോൾ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ലല്ലോ. അവർക്ക് ഈ 17 പേരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചാനലിൽ വരണേന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റില്ലേ?
അതവർക്ക് അന്ന് തന്നെ അതിനൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരാൾ പോലും ഇത് പോയിട്ട് പുറത്ത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ അന്ന് നീനയോട് പറഞ്ഞ വാക്കുകൾ ഇതൊരു മോശം വാക്കുകളായിരുന്നു. അതൊരിക്കലും പുറത്ത് അത് ഇനിയിപ്പോൾ വന്നു, അവർ തമ്മിൽ പറഞ്ഞ് അവിടെ തീർക്കേണ്ടതാണത്. അത് പുറത്തേക്ക് വന്നു. ഞാൻ പറയും ഇതെല്ലാം വെളിയിലേക്ക് എടുത്തിട്ട് ഒരു സംഘടനയാകുമ്പോൾ 17 അഭിപ്രായങ്ങൾ വരും. ഇതൊക്കെ സംഭവിക്കാം, എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടാവും, സ്റ്റിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്ത് വെളിയിലേക്കിട്ട് ഇതൊരു മോശമാക്കിയത് ആരാണ്? ഇവർ തന്നെ. അതിനവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ.